ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ എൻ്റെ തറപ്പണി കഴിഞ്ഞു. ബെൽറ്റ് വാർത്ത് ഇപ്പോൾ ബെൽറ്റ് വാർത്ത് കഴിഞ്ഞു. എന്നും രാവിലെ നനയ്ക്കാൻ പോകും കേട്ടോ. എല്ലാവരും പറഞ്ഞു നല്ലോണം നനയ്ക്കണം, നനയ്ക്കാതിരിക്കരുത്, പിന്നെ നനയ്ക്കുന്നിടത്തോളാണ് ഉറപ്പും ബലവും കിട്ടാമെന്ന്. അപ്പോൾ ഞാൻ എന്ന് രാവിലെയും വൈകിട്ടും നനയ്ക്കാൻ പോവും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? സന്തോഷമായിരിക്കുന്നില്ല എല്ലാവരും? പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു വീട് പണിയാണ് ചെയ്തത്. അപ്പോൾ ഈ സ്ഥലം വാങ്ങിയിട്ട് ഞാൻ കുറേ ഇടങ്ങേറായിരുന്നു. രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടാതെ ബുദ്ധിമുട്ടിയിരുന്നു. കുറേ ഞാനിത് സ്ഥലം ഒഴിവാക്കാനും ഇതിനൊക്കെ നിന്നതായിരുന്നു. എന്തോ പഠിച്ചുകൊണ്ട് ഇതുകൊണ്ട് ഞാൻ സ്ഥലം ഒഴിവാക്കിയില്ല. അങ്ങനെ 1.5 വർഷത്തോളം സ്ഥലം രജിസ്റ്റർ ചെയ്യാതെ ഇരുന്നു. പൈസ ഒക്കെ നമ്മൾ മൊത്തം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ പൈസയും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു രജിസ്റ്റർ ചെയ്ത് തരാതിരുന്നു. പക്ഷേ 1.5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം സ്ഥലം എൻ്റെ കയ്യിലെത്തി. ഫസ്റ്റ് എൻ്റെ ഒരു സ്വപ്നം കുറച്ച് സ്ഥലം എൻ്റെ പേർക്ക് ആവണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് കുറച്ച് സ്ഥലമൊക്കെ എൻ്റെ പേർക്കായി. സ്ഥലം പേർക്കായി നോക്കിയപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ കടാണെങ്കിലും ഭയങ്കര കടത്തിലായിട്ടാണ് ഞാനിതൊക്കെ ചെയ്യണത്. എന്നാലും കടാണെങ്കിലും എനിക്കതിലൊരു തറ ഇടണം, തറ ഇട്ട് കാണണം. ഈ വേനൽ പോണതിൻ്റെ മുന്നായിട്ട് തറ ഇടണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതും പഠിച്ചവൻ എനിക്ക് സാധിപ്പിച്ചു തന്നു. പൈസ ഇതാക്കിയിട്ടാണെങ്കിലും എല്ലാവരോടും കടം പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ തറപ്പണി തുടങ്ങിയത്. തറപ്പണി തുടങ്ങിയപ്പോൾ തറപ്പണിയൊക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയായി കഴിഞ്ഞ്. ഇനി തറപ്പണിയൊക്കെ കഴിഞ്ഞല്ലേ ഞാൻ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഞാൻ പഞ്ചായത്തിൽ എഴുതി കൊടുത്ത് ലൈഫ് മിഷൻ്റെ പൈസക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുത്തിരുന്നു. പിന്നെ ഇപ്പോൾ തറപ്പണി കഴിഞ്ഞപ്പോൾ ഞാൻ എന്തിനും ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ച് എഴുതി കൊടുത്താണ്. ഇപ്പോൾ പെട്ടെന്നൊന്നും പാസ്സായി കിട്ടില്ല എന്നൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ തറ പണിതത് കടത്തിലാണല്ലോ. കടം വീട്ടുമ്പോഴത്തേനൊക്കെ എന്തെങ്കിലും റെഡിയായി കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ തറപ്പണീൻ്റെ ഇത് വീടിന് വേണ്ടി എഴുതി കൊടുത്ത് ഞാൻ പഞ്ചായത്തിൽ പോയിട്ട് ഇതൊക്കെ കൊടുത്ത് വന്ന് പൈസ കിട്ടിയാൽ കുറച്ചെന്തെങ്കിലും കിട്ടിയാൽ ആ കടം വീട്ടാതെ ഇരിക്കാമല്ലോ എന്നുള്ള നിലക്ക് അങ്ങനെ ഞാൻ എഴുതി കൊടുത്ത് വന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ തറപ്പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ തറപ്പണി കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യണം, എന്നാലാണ് കുറച്ച് പൈസ നിങ്ങൾക്ക് കയറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തറപ്പണി കഴിഞ്ഞ് വരുന്നതിന് മുന്നേ തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് 40,000 രൂപ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഇത്രയും പെട്ടെന്ന് തറൻ്റെ പണി ചെയ്യാനും ഒരു വീടുമ്മലേക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പടച്ചോൻ്റെ ഇതുകൊണ്ടും എൻ്റെ നല്ല മനസ്സിൻ്റെ ഇത് കാരണം കൊണ്ടും ആവാം, അള്ളാഹു അനുഗ്രഹിച്ചതാവാം. പെട്ടെന്ന് വീടുമ്മലേക്കും വീടിൻ്റെ കാര്യത്തിൻ്റെ അതുവരെ എത്തി. ഇനി ഇൻഷാ അല്ലാഹ് ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അപ്പോൾ നമ്മൾ ബെൽറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, തറ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പൈസ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടിയിട്ട് വേഗം അവരെ തറ ഇട്ടതിൻ്റെ കടത്തിന് കൊടുക്കാണ്ടായിരുന്നു. ആ പൈസ കൊടുത്ത് ഫുള്ളാക്കിയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ബെൽറ്റ് വാർക്കാനുള്ള പൈസയും കടത്തിലായി. അങ്ങനെ ഇപ്പോൾ ബെൽറ്റ് വാർത്തിട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച നമ്മളെ കട്ടില വെപ്പാണ്. എല്ലാ കൂട്ടുകാരും പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. എനിക്ക് എത്രയും പെട്ടെന്നൊരു വീടായി. എൻ്റെ സ്വപ്നം എന്താണ് ഇന്നത്തെ എൻ്റെ സ്വപ്നം എന്ന് വെച്ചാൽ ഈ ദുനിയാവിൽ ഇനി എനിക്ക് വേറെ ഒരു സ്വപ്നവും ഒരു ഇതുമില്ല എൻ്റെ മനസ്സിൽ. എൻ്റെ ഉമ്മാക്ക് എന്തെങ്കിലും പറ്റണതിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്ക് വയ്യാതാവണതിൻ്റെ മുന്നോ ആയിട്ട് എൻ്റെ ഉമ്മാനെ ഈ വീട് പണി കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടിരുത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എനിക്ക്. എൻ്റെ വീട്ടിൽ കൊണ്ടിരുത്തണം, ഞാനുണ്ടാക്കി എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാനെ കൊണ്ടിരുത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് പടച്ചോൻ സാധിപ്പിച്ച് തരട്ടെ. ആമീൻ. നിങ്ങളെല്ലാവരും എനിക്കും വേണ്ടി ദുആ ചെയ്യണം. എൻ്റെ വീടിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച്
ഒരു തടസ്സങ്ങളൊന്നുമില്ലാതെ ഇപ്പോൾ ഈ നേരം വരും പഠിച്ചവൻ എന്നെ എല്ലാ കാര്യങ്ങളും കടത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും പഠിച്ചവൻ എനിക്ക് നിറവേറ്റിച്ച് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും എനിക്ക് അതേപോലെ എല്ലാ കാര്യങ്ങളും അതേപോലെ ആക്കിത്തരാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ദുആയിലും എന്നെ ഉൾപ്പെടുത്തണം, എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും. ബാക്കി നമുക്ക് കട്ട്ള വെപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോയും കൂടി ഇട്ട് തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ഞാൻ നിർത്തുകയാണ്.